ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ത്വലാഖിന്റെ നിയമങ്ങൾ, അതിന്റെ ഹുക്കുമുകൾ, സുന്നത്താകുന്ന സ്ഥലങ്ങൾ, ഹറാമാകുന്ന സ്ഥലങ്ങൾ, വാജിബാകുന്ന സ്ഥലങ്ങൾ, കറാഹത്താകുന്ന സ്ഥലങ്ങൾ ഒക്കെ നമ്മൾ സംസാരിച്ചു. ത്വലാഖിന്റെ വ്യക്തപദങ്ങളും അവ്യക്തപദങ്ങളും, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ദേഷ്യം പിടിച്ചാൽ ത്വലാഖ് പോകുമോ, മദ്യപിച്ചവന്റെ ത്വലാഖ് പോകുമോ എന്നൊക്കെ നമ്മൾ സംസാരിച്ചു. ത്വലാഖുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി, അതിന്റെ ചില പോയിന്റുകൾ കൂടി പറയട്ടെ. ത്വലാഖിൽ ചുരുങ്ങിയത് ഒന്നാണ്. 2 ചൊല്ലുന്നവരുണ്ടാവാം, 3 ത്വലാഖ് ചൊല്ലുന്നവരും കാണാം. ത്വലാഖ് സാധാരണ നിലക്ക് കറാഹത്താണ്. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യം ത്വലാഖാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 ത്വലാഖ് ഒരുമിച്ച് കൂട്ടൽ ത്വലാഖ് സംഭവിക്കും. അത് വളരെയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്തതും ഉപേക്ഷിക്കേണ്ടതുമായ കാര്യമാണ്. അത് ശക്തമായ കറാഹത്താണ്. അതുകൊണ്ട് തന്നെ ത്വലാഖ് ചൊല്ലേണ്ടി വന്നാൽ 1 ത്വലാഖോ 2 ത്വലാഖിലോ ചുരുക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു പ്രത്യേകമായ നിയമമാണ്. അതിനു മുമ്പ് ഞാൻ ഒന്നുകൂടി പറയാം. ത്വലാഖ് ചൊല്ലാൻ വേണ്ടി വക്കാലത്താക്കാവുന്നതാണ്. വക്കാലത്താക്കിയാൽ വക്കീല് ത്വലാഖ് ചൊല്ലലോട് കൂടെ അവൾ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാകും. ഒരാളെ ഏൽപ്പിച്ചു, നിന്നെ ഞാൻ ഏൽപ്പിച്ചു എന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാനെന്ന് പറഞ്ഞ് വക്കാലത്താക്കിയാൽ ആ വക്കീല് എപ്പോഴാണോ ത്വലാഖ് ചൊല്ലുന്നത് അപ്പോൾ അവിടെ ത്വലാഖ് പോകുന്നതാണ്. ഇനി അവളോട് തന്നെ പറയാം, നിന്നെ തന്നെ ഏൽപ്പിച്ചു നിന്നെ ത്വലാഖ് ചൊല്ലാന്. അതിന് തംലീക്ക് എന്നാണ് പറയാ, വക്കാലത്ത് എന്നല്ല. അങ്ങനെ അവളെ തന്നെ ഏൽപ്പിച്ചാൽ അവിടെ അവൾ ആ ഏൽപ്പിച്ച ഉടനെ ത്വലാഖ് ചൊല്ലിയാൽ, അവളെ ഏൽപ്പിച്ചവൻ അപ്പൊ തന്നെ അവള് ഞാൻ എന്നെ ത്വലാഖില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ ത്വലാഖ് ഇല്ലിയാൽ മാത്രമേ അവളെ തന്നെ ഏൽപ്പിച്ചെടുത്ത് ത്വലാഖ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് അവൾ ഞാൻ എന്റെ ശരീരത്തെ ഞാൻ ത്വലാഖില്ല എന്ന് പറഞ്ഞാൽ ത്വലാഖ് ആവുകയില്ല. എന്നാൽ വക്കാലത്ത് ഏൽപ്പിച്ചാൽ, മറ്റൊരാളെ ത്വലാഖില്ലാൻ ഏൽപ്പിച്ചാൽ എപ്പോഴാണോ അവൻ ത്വലാഖില്ലുന്നത് അത് കുറെ കഴിഞ്ഞിട്ടോ 1 മാസം കഴിഞ്ഞിട്ടോ ഒക്കെ ത്വലാഖില്ലിയാലും ത്വലാഖ് സംഭവിക്കുന്നതാണ്. ഇനി നമുക്ക് വേറൊരു രീതി കൂടി പറയാം. ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ബന്ധിപ്പിച്ച് ത്വലാഖ് പറഞ്ഞാൽ ആ കാര്യം ഉണ്ടാകുന്ന സമയത്ത് ത്വലാഖായി മാറും. നീ നിന്റെ വീട്ടിലേക്ക് പോയാൽ അന്നെ ഞാൻ ത്വലാഖാടി എന്ന്, നീ ത്വാലിക്കാടി, നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞാൽ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയം ത്വാലിക്കാവും. അങ്ങനെ ബന്ധിപ്പിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ നീ ഇന്നത് ചെയ്താൽ നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്താൽ അപ്പാണ്ട് ത്വലാഖ് ചൊല്ലപ്പെട്ടവളാകും. അപ്പോ ബന്ധിപ്പിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ആ ബന്ധിപ്പിക്കപ്പെട്ട സംഭവം ചെയ്തു കഴിഞ്ഞാൽ അത് നീ ഇന്ന കാര്യങ്ങൾ ഇനി ചെയ്താൽ നിന്നെ ഞാൻ ത്വലാഖില്ലി എന്നറിഞ്ഞു. ആ ചെയ്തലോട് കൂടെ അങ്ങനെ അവൾ ചെയ്തു കഴിഞ്ഞാൽ അത് ത്വലിക്കാവും. അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനുമായി ബന്ധിച്ചു, അവളുടെ കാര്യമല്ല, മറിച്ച് ഇന്ന കാര്യം ഉണ്ടായാൽ നീ ത്വലിക്കാണ് എന്നറിഞ്ഞു. എന്നാൽ ആ കാര്യം ഉണ്ടായാൽ ത്വലിക്കാവും. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ത്വലാഖിന്റെ കാര്യങ്ങളാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു ത്വലാഖ് ചൊല്ലാം, 2 ത്വലാഖ് ചൊല്ലാം എന്ന് നമ്മൾ പറഞ്ഞു. 1 ത്വലാഖ് ചൊല്ലിയ അല്ലെങ്കിൽ 2 ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീക്ക് റജ്ഇയ്യത്ത് എന്നാണ് പറയാ. അവളെ വേണമെങ്കിൽ മടക്കിയെടുക്കാം. ഇദ്ദ ഇരിക്കണം. അവള് 3 ശുദ്ധി വരെ ഇദ്ദ ഇരിക്കണം. ഇദ്ദയുടെ കൂടുതൽ കാര്യം നമ്മൾ പിന്നീട് പറയും. അപ്പൊ 1 ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ഇദ്ദ ഇരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഇദ്ദയുടെ കാലാവധി 3 ശുദ്ധിയാണ്.
ആ 3 ശുദ്ധിക്കിടയിൽ ഒരു ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയെ വേണമെങ്കിൽ ഭർത്താവിന് നിക്കാഹിന്റെ ഇടപാട് നടക്കാതെ ഈ ഭാര്യയുടെ വാപ്പയെയോ ഒന്നും കൂട്ടി വലിയും സാക്ഷികൾ മുഖേന നിക്കാഹ് നടക്കാതെ തന്നെ ഈ പുയ്യാപ്പിൾക്ക് ഒരു ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന് അല്ലെങ്കിൽ 2 ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന് മടക്കിയെടുക്കാനുള്ള അവകാശമുണ്ട്. ഒരു ത്വലാഖ് ചൊല്ലി ഇദ്ദയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ സ്ത്രീയെ ഞാൻ നിന്നെ മടക്കിയെടുത്തു, അല്ലെങ്കിൽ എന്റെ ഭാര്യ ഫാത്തിമയെ ഞാൻ മടക്കിയെടുത്തു എന്ന് ഒരു ത്വലാഖോ 2 ത്വലാഖോ ചൊല്ലി ഇദ്ദയിൽ നിൽക്കുന്ന സ്ത്രീയെ പറ്റി ഇവൻ പറഞ്ഞാൽ ആ സ്ത്രീ ഇവന്റെ ഭാര്യയായി മടങ്ങുന്നതാണ്. അവിടെ നിക്കാഹിന്റെ ആവശ്യമില്ല. അത് ഒരു ത്വലാഖ് ചൊല്ലിയാലും 2 ത്വലാഖ് ചൊല്ലിയെടുത്തും ഇദ്ദയിലായിട്ട് ഇങ്ങനെ മടക്കണം. അപ്പോ ഒരു ത്വലാഖോ 2 ത്വലാഖോ ചൊല്ലിയെടുത്ത് ഇദ്ദ കഴിഞ്ഞു, 3 ശുദ്ധി കഴിഞ്ഞു, 5 മാസമായിക്കണിപ്പോ, അല്ലെങ്കിൽ 5-6 മാസമായി. എന്നാൽ അവൻക്ക് വീണ്ടും ഈ പിയാപ്പളക്ക് മടക്കിയെടുക്കാൻ പറ്റുമോ? അവിടെ നിക്കാഹിലൂടെ മടക്കിയെടുക്കാം. വാപ്പനെ കൊണ്ടുവരണം, അവളെ വാപ്പനെ കൊണ്ടുവരണം. വാപ്പല്ലെങ്കിൽ ആരാണോ വലിയ രക്ഷിതാവ്, ആരാണോ ആങ്ങളെയാണോ, ആങ്ങളെ കൊണ്ടുവരണം. അല്ലെങ്കിൽ വല്യപ്പയാണോ, വല്യപ്പനെ കൊണ്ടുവരണം. എന്നിട്ട് വല്യപ്പ നിക്കാഹ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ ഒരു ത്വലാഖോ 2 ത്വലാഖോ ചൊല്ലിയാൽ ഇദ്ദ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നിക്കാഹിലൂടെ, പുതിയൊരു നിക്കാഹിലൂടെ അവളെ ഭാര്യയാക്കി മാറ്റാൻ കഴിയുന്നതാണ്. ഇദ്ദന്റെ ഉള്ളിലാണെങ്കിൽ നിക്കാഹ് വേണ്ടതില്ല. ഒരു ത്വലാഖോ 2 ത്വലാഖോ ചൊല്ലപ്പെട്ടവൾ ഇദ്ദയുടെ ഉള്ളിലാണെങ്കിൽ, ഇദ്ദ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവളെ ഞാൻ മടക്കിയെടുത്തു, ഞാൻ അവളെ ഇങ്ങോട്ട് തന്നെ തിരിച്ചെടുത്തു, എന്റെ ഭാര്യയായിട്ട് ഞാൻ മടക്കിയെടുത്തു എന്നൊക്കെ എങ്ങനെ പറഞ്ഞാൽ അവൾ ഭാര്യയായി മാറും. അവൾ ഇവന്റെ കൂടെ പോവേണ്ടി വരും, ഇവൻക്ക് വഴിപ്പെടേണ്ടി വരും എന്ന് മനസ്സിലാക്കുക. മടക്കിയെടുക്കാം. അപ്പൊ ഈ മടക്കിയെടുക്കൽ നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിക്കാഹിന്റെ ആവശ്യമില്ല. ഇദ്ദയിലായിട്ട് തിരിച്ചെടുക്കുമ്പോൾ നിക്കാഹിന്റെ ആവശ്യമില്ല. ഇദ്ദ കഴിഞ്ഞാൽ നിക്കാഹിന്റെ ആവശ്യമുണ്ട്. നിക്കാഹ് ചെയ്തിട്ടേ മടക്കിയെടുക്കാൻ പാടുള്ളൂ എന്നതാണ് നിയമം. അവിടെ സാക്ഷികൾ മുഖേന 2 സാക്ഷിയും ഒരു രക്ഷിതാവും ഒക്കെ നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. ഇദ്ദ കഴിഞ്ഞാൽ ഒരു ത്വലാഖോ 2 ത്വലാഖോ ചൊല്ലിയെടുത്താണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. വേറെയും കുറെ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് അല്ലെങ്കിൽ 2 ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് അവളുടെ ചെലവ്, ഇദ്ദ കഴിയും വരെയുള്ള ചെലവുകൾ ഈ ഭർത്താവ് വഹിക്കേണ്ടതാണ്. ചെലവൊക്കെ ഭർത്താവിൽ നിന്ന് വാങ്ങാം, അവൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഇദ്ദ കഴിയുന്നത് വരെയുള്ള ചെലവ്, ഒരു ത്വലാഖോ 2 ത്വലാഖോ ചൊല്ലപ്പെട്ടാൽ ആ ചെലവുകള്, താമസ സൗകര്യങ്ങള്, അതൊക്കെ ഭർത്താവ് തന്നെ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഭർത്താവിൽ നിന്നും അത് വാങ്ങാനുള്ള ശ്രമം നടത്തണം, ഭർത്താവ് ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ഒരു ത്വലാഖോ 2 ത്വലാഖോ ചൊല്ലപ്പെട്ട പെണ്ണിന്റെ ഇദ്ദ കാലാവധിയിലുള്ള ചെലവ് ഭർത്താവ് വഹിക്കേണ്ടതാണ്. അതുപോലെ ഇനി ഭർത്താവ് മരണപ്പെട്ടു എന്ന് കൂട്ടാം. ഒരു ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന്റെ ഭർത്താവ് അല്ലെങ്കിൽ 2 ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന്റെ ഭർത്താവ് ഇദ്ദ കാലാവധിയിലുള്ളിൽ മരണപ്പെട്ടാൽ ഭർത്താവിന്റെ അനന്തര സ്വത്ത് ഈ ഭാര്യക്ക് ലഭിക്കും. ഭാര്യ മരണപ്പെട്ടാൽ ഭർത്താവിന് ഇങ്ങോട്ടും അനന്തര സ്വത്ത് ലഭിക്കും. അപ്പൊ അത് ഭർത്താവിന് ഭാര്യയെ പോലെയാണ്. പക്ഷെ അവളെ നോക്കാനോ തൊടാനോ ത്വലാഖ് ഈ കാലത്ത്, ഇദ്ദയുടെ കാലത്ത് പാടില്ല. മറിച്ച് മടക്കിയെടുത്താൽ പറ്റും, മടക്കിയെടുക്കണം. മടക്കിയെടുക്കാത്ത കാലത്തോളം പാടില്ല. പക്ഷെ ചെലവ് വഹിക്കണം, വസ്ത്രങ്ങൾ നൽകണം, വീട് നൽകണം. അതിനുള്ള ചെലവൊക്കെ ഇവന്റെ കടമയാണ് ത്വലാഖ് ഇദ്ദ കഴിയുന്നത് വരെ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അത് അവൻ നൽകൽ അവന്റെ കടമയാണ്, അവന്റെ നിർബന്ധ ബാധ്യതയാണ്. അത് ചോദിച്ചു വാങ്ങാവുന്നതും ആണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഒരു ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് അവളെ ഇദ്ദ കഴിഞ്ഞു, ഇദ്ദ കഴിഞ്ഞപ്പോ നിക്കാഹിലൂടെ മടക്കിയെടുത്തു, അല്ലെങ്കിൽ ഇദ്ദ കഴിയുന്ന മുമ്പ് തന്നെ മടക്കിയെടുത്തു. ഒരു ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് അങ്ങനെ അവന്റെ ഭാര്യയായിട്ട് തന്നെ അവള് മാറി.
ഇനി ഇവൻക്ക് 2 ത്വലാഖിന്റെ ചാൻസേ ഉള്ളൂ, 3 ത്വലാഖിന്റെ ചാൻസ് ഇല്ല. ഇനി ഇവന് അങ്ങനെ രണ്ടാമത് ഇവന്റെ ഭാര്യയായി മാറിയപ്പോൾ ഇവൻ 1 ത്വലാഖ് വീണ്ടും ചൊല്ലി, എന്തോ ദേഷ്യം പിടിച്ചപ്പോഴോ അല്ലാത്തപ്പോഴോ 1 ത്വലാഖ് ചൊല്ലി. അങ്ങനെ ഇവൾ ത്വലാഖിലായി കഴിയുമ്പോൾ മടക്കിയെടുക്കുകയോ ഇദ്ദയിലായിരിക്കുമ്പോൾ വീണ്ടും മടക്കിയെടുത്തു, അല്ലെങ്കിൽ നിക്കാഹിലൂടെ മടക്കിയെടുത്തു. 2 ത്വലാഖിന്റെ അവസരം കഴിഞ്ഞു. ഇനി വീണ്ടും ഇവന്റെ ഭാര്യയായി മാറിയാൽ 1 ത്വലാഖേ ബാക്കിയുണ്ടാവും. ആ 1 ത്വലാഖോടെ 3 ത്വലാഖ് ചൊല്ലപ്പെട്ടവളായി മാറും. അതായത് മടക്കിയെടുത്ത പെണ്ണ്, രണ്ടാമത് വിവാഹം കഴിച്ച പെണ്ണ് ആദ്യം എത്ര ത്വലാഖ് ചൊല്ലിയോ ആ ത്വലാഖ് കഴിച്ചിട്ട് ബാക്കി ത്വലാഖോട് കൂടെയാണ് ബാക്കി ത്വലാഖിനുള്ള അവകാശം ഇനി ഉണ്ടാവുകയുള്ളൂ. 3 ത്വലാഖിന്റെ അവകാശം ലഭിക്കുകയില്ല. ആദ്യം 2 ത്വലാഖ് ചൊല്ലിയവളാണെങ്കിൽ 1 ത്വലാഖേ ബാക്കിയുണ്ടാകൂ. അപ്പൊ മടക്കി വീണ്ടും ഭാര്യയായി മാറിയാൽ 1 ത്വലാഖിന്റെ ചാൻസേ ഉള്ളൂ. അപ്പൊ 3 ത്വലാഖ് പൂർത്തിയായവളെ പോലെയായി. ഈ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവിടെ പിന്നീട് ബാക്കി ത്വലാഖേ ഉണ്ടാവുകയുള്ളൂ എന്നത് അവിടെ അറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞത് 1 ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണും 2 ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനെയും ഇദ്ദ സമയത്ത് ഞാൻ അവളെ മടക്കിയെടുത്തു എന്ന വാചകം മാത്രം മതി ഈ പുതിയാപ്പള അല്ലെങ്കിൽ ഭർത്താവ് മടക്കിയെടുക്കാൻ. നിക്കാഹ് ആവശ്യമില്ല. ഇദ്ദ കഴിഞ്ഞാൽ നിക്കാഹ് ചെയ്ത് മടക്കിയെടുക്കാവുന്നതാണ്, തിരിച്ചെടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. ഇത് 1 or 2 ത്വലാഖ് ചൊല്ലപ്പെട്ടാലാണ്. എന്നാൽ 3 ത്വലാഖ് ചൊല്ലിയ പെണ്ണാണെങ്കിൽ ഒരിക്കലും തന്നെ അവളെ മടക്കിയെടുക്കാൻ പറ്റില്ല. ഇദ്ദ കഴിഞ്ഞാലും നിക്കാഹിലൂടെയും എടുക്കാൻ പറ്റില്ല. ദേഷ്യം പിടിച്ചിട്ടൊക്കെ 3 ത്വലാഖ് ചൊല്ലിയിട്ട് അപ്പോ അകപ്പെടും. പിന്നെ അവൾ തന്നെ വേണമെന്ന് കരുതും, മക്കളുണ്ടാകും. അപ്പൊ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ തന്നെ വേണമെന്ന് കരുതും. പക്ഷെ 3 ത്വലാഖ് ചൊല്ലിയാൽ ഒരിക്കലും തന്നെ മടക്കിയെടുക്കാൻ പറ്റില്ല. മറിച്ച് അവളെ വേറെ വിവാഹം ചെയ്ത് ആ ഭർത്താവ് അവളെ ബന്ധപ്പെടുകയും അവൻ ത്വലാഖ് ചൊല്ലുകയും ചെയ്താൽ, എന്നിട്ട് അവന്റെ ഇദ്ദ കഴിഞ്ഞിട്ട്, ആ ത്വലാഖിന്റെ ഇദ്ദ കഴിഞ്ഞിട്ട്, പുതിയ ഭർത്താവിന്റെ ത്വലാഖിന്റെ ഇദ്ദ കഴിഞ്ഞിട്ട് മാത്രമേ ഈ ആദ്യ ഭർത്താവിന് വിവാഹം ചെയ്യാൻ പറ്റൂ. 3 ത്വലാഖ് കഴിഞ്ഞാൽ അങ്ങനെയാണ് നിയമം. എന്താണ്, മറ്റൊരാൾ വിവാഹം ചെയ്ത് ബന്ധപ്പെട്ട് ത്വലാഖ് ചൊല്ലി ഇദ്ദയും കഴിഞ്ഞ് അവന്റെ ഇദ്ദയും കഴിഞ്ഞിട്ട് ആദ്യ ഭർത്താവിന് മടക്കിയെടുക്കാൻ പറ്റൂ. കാരണം 3 ത്വലാഖിനെ നിരുത്സാഹപ്പെടുത്തലാണ്. അതുകൊണ്ടുള്ള ലക്ഷ്യം 3 ത്വലാഖ് ഇല്ലാൽ പിന്നെ തീരെ എടുക്കാൻ കഴിയൂലല്ലോ എന്ന നിലക്ക് നിരുത്സാഹപ്പെടുത്തലാണ്. ത്വലാഖ് ചൊല്ലുമ്പോൾ ചൊല്ലേണ്ടി വന്നാൽ 1 ഒതുക്കണം. അല്ലെങ്കിൽ എണ്ണം പറയാതായാൽ അവിടെ അധികവും 1 പോകും. ഏതായിരിക്കട്ടെ, 1 ഒതുക്കണം. അല്ലാതെ 3 ത്വലാഖ് ആയി പോകരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു രക്ഷ നൽകും, തുറസ് നൽകും എന്ന് സൂറത്തു ത്വലാഖിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 3 ത്വലാഖ് ചൊല്ലിയാൽ പിന്നെ തുറസ് ഉണ്ടാവുകയില്ല, രക്ഷ ഉണ്ടാവുകയില്ല, ഒരിക്കലും മടക്കിയെടുക്കാൻ സാധ്യവുമല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ആവശ്യമുള്ളത് പിന്നീട് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.